പ്രൈസ് ദി ലോർഡ്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 31 വരെയുള്ളതായ വേദവാക്യങ്ങൾ. ഇസ്രായേലേ, നീ മനം തിരിയുമെങ്കിൽ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നുകൊള്ളുക എന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്റെ മ്ലേച്ഛ വിഗ്രഹങ്ങളെ എൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുമെങ്കിൽ നീ അലഞ്ഞു നടക്കേണ്ടി വരികയില്ല. യഹോവയാണ് എന്ന് നീ പരമാർത്ഥമായും ന്യായമായും നീതിയായും സത്യം ചെയ്യുകയും ജാതികൾ അവനിൽ തങ്ങളെ തന്നെ അനുഗ്രഹിച്ച് അവനിൽ പുകഴുകയും ചെയ്യും. യഹൂദാ പുരുഷന്മാരോടും യെരൂശലേമ്യരോടും യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാതെ തരിശില നിലം ഉഴവീൻ. യഹൂദാ പുരുഷന്മാരും യെരൂശലേം നിവാസികളുമായുള്ളവരെ, നിങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ നിമിത്തം എൻ്റെ കോപം തീ പോലെ ജ്വലിച്ച് ആർക്കും കെടുത്തുകൂടാതെ വണ്ണം കത്താതിരിക്കേണ്ടതിന് നിങ്ങളെ തന്നെ യഹോവയ്ക്കായി പരിച്ഛേദന ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗ്രകർമ്മം നീക്കിക്കളവീൻ. യഹൂദായിൽ അറിയിച്ചു, യെരൂശലേമിൽ പ്രസിദ്ധമാക്കി, ദേശത്ത് കാഹളം ഊതുവാൻ പറവീൻ. കൂടി വരുവീൻ, നമുക്ക് ഉറപ്പുള്ള പട്ടണങ്ങളിലേക്ക് പോകാമെന്ന് ഉറക്കെ വിളിച്ചു പറവീൻ. സിയോന് കൊടിയുയർത്തുവീൻ, നിൽക്കാതെ ഓടിപ്പോകുവീൻ. ഞാൻ മടക്കുനിന്ന് അനർത്ഥവും വലിയ നാശവും വരുത്തും. സിംഹം പള്ളക്കാട്ടിൽ നിന്ന് ഇളകിയിരിക്കുന്നു. ജാതികളുടെ സംഹാരകൻ ഇതാ നിന്റെ ദേശത്തെ ശൂന്യമാക്കുവാൻ തൻ്റെ സ്ഥലം വിട്ട് പുറപ്പെട്ടിരിക്കുന്നു. അവൻ നിന്റെ പട്ടണങ്ങളെ നിവാസികളില്ലാതെ വണ്ണം നശിപ്പിക്കും. ഇതു നിമിത്തം രട്ടുടുപ്പിൻ, വിലപിച്ചു മുറയിടുവീൻ. യഹോവയുടെ ഉഗ്രകോപം നമ്മെ വിട്ടുമാറിയിട്ടില്ലല്ലോ. അന്നാളിലെ രാജാവിൻ്റെ ധൈര്യവും പ്രഭുക്കന്മാരുടെ ധൈര്യവും ക്ഷയിക്കും. പുരോഹിതന്മാർ ഭ്രമിച്ചും പ്രവാചകന്മാർ സ്തംഭിച്ചും പോകും എന്ന് യഹോവയുടെ അരുളപ്പാട്. അതിന് ഞാൻ, അയ്യോ യഹോവയായ കർത്താവേ, പ്രാണനിൽ വാൾ കടന്നിരിക്കെ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു നീ ഈ ജനത്തെയും യെരൂശലേമിനെയും ഏറ്റവും വഞ്ചിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ആ കാലത്ത് ഈ ജനത്തോടും യെരൂശലേമിനോടും പറവാനുള്ളത് എന്തെന്നാൽ, ഈ മരുഭൂമിയിലെ മൊട്ടക്കുന്നുകളിൽ മേൽ ഒരു ഉഷ്ണക്കാറ്റ് പേറ്റുവാനല്ല, കൊഴുപ്പാനുമല്ല, എൻ്റെ ജനത്തിൻ്റെ പുത്രിക്ക് നേരെ ഊതും. ഇതിലും കൊടുതായൊരു കാറ്റ് എൻ്റെ കൽപ്പനയാൽ വരും. ഞാനിപ്പോൾ തന്നെ അവരോട് ന്യായവാദം കഴിക്കും. ഇതാ അവൻ മേഘങ്ങളെ പോലെ കയറി വരുന്നു. അവൻ്റെ രഥങ്ങൾ ചുഴലിക്കാറ്റ് പോലെയാകുന്നു. അവൻ്റെ കുതിരകൾ കഴുക്കളേക്കാളും വേഗതയുള്ളവ. അയ്യോ കഷ്ടം, നാം നശിച്ചല്ലോ. യെരൂശലേമേ, നീ രക്ഷിക്കപ്പെടേണ്ടതിന് നിന്റെ ഹൃദയത്തിൻ്റെ ദുഷ്ടത കഴുകിക്കളക. നിന്റെ ദുഷ്ടവിചാരങ്ങൾ എത്രത്തോളം നിന്റെ ഉള്ളിലിരിക്കും. ദാനിൽ നിന്ന് ഉറക്കെ ഘോഷിക്കുന്നു. എഫ്രൈം മലയിൽ നിന്ന് അനർത്ഥത്തെ പ്രസിദ്ധമാക്കുന്നു. ജാതികളോട് പ്രസ്താവിപ്പിൻ, ഇതാ കോട്ട വളയുന്നവർ ദൂരദേശത്തു നിന്ന് വന്നു യഹൂദാ പട്ടണങ്ങൾക്ക് നേരെ ആർപ്പ് വിളിക്കുന്നു എന്ന് യെരൂശലേമിനോട് അറിയിപ്പിൻ. അവൾ എന്നോട് മത്സരിച്ചിരിക്കൊണ്ട് അവർ വയലിലെ കാവൽക്കാരെ പോലെ അവളുടെ നേരെ വന്ന് ചുറ്റും വളഞ്ഞിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്റെ നടപ്പും പ്രവൃത്തികളും ഹേതുവായിട്ടത്രേ ഇവ നിനക്ക് വന്നത്. ഇത്ര കയ്പായിരിക്കാനും നിന്റെ ഹൃദയത്തിന് തട്ടുവാനും കാരണം നിന്റെ ദുഷ്ടത തന്നെ. അയ്യോ എൻ്റെ ഉദരം, എൻ്റെ ഉദരം, എനിക്ക് നോവ് കിട്ടിയിരിക്കുന്നു. അയ്യോ എൻ്റെ ഹൃദയഭിത്തികൾ എൻ്റെ നെഞ്ചൊടിക്കുന്നു. എനിക്ക് മിണ്ടാതെ ഇരുന്നു കൂടാ. എൻ്റെ ഉള്ളം കാഹളനാദവും യുദ്ധത്തിൻ്റെ ആർപ്പ് വിളിയും കേട്ടിരിക്കുന്നു. നാശത്തിന്മേൽ നാശം വിളിച്ചു പറയുന്നു. ദേശമൊക്കെയും ശൂന്യമായി. പെട്ടെന്ന് എൻ്റെ കൂടാരങ്ങളും ഒരു ക്ഷണത്തിൽ എൻ്റെ തിരശീലകളും കവർച്ചയായിപ്പോയി. എത്രത്തോളം ഞാൻ കൊടി കണ്ട് കാഹളധ്വനി കേൾക്കേണ്ടി വരും. എൻ്റെ ജനം ഭോഷന്മാർ, അവർ എന്നെ അറിയുന്നില്ല. അവർ ബുദ്ധികെട്ട മക്കൾ, അവർക്ക് ഒട്ടും ബോധമില്ല. ദോഷം ചെയ്യുവാൻ അവർ സമർത്ഥന്മാർ, നന്മ ചെയ്യുവാനോ അവർക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഭൂമിയെ നോക്കി അതിനെ പാഴും ശൂന്യവുമായി കണ്ടു. ഞാൻ ആകാശത്തെ നോക്കി അതിന് പ്രകാശം ഇല്ലാതെയായി ഇരുന്നു. ഞാൻ പർവ്വതങ്ങളെ നോക്കി അവ വിറയ്ക്കുന്നത് കണ്ടു. കുന്നുകളെല്ലാം ആടിക്കൊണ്ടിരുന്നു. ഞാൻ നോക്കി ഒരു മനുഷ്യനെയും കണ്ടില്ല. ആകാശത്തിലെ പക്ഷികളൊക്കെയും പറന്നുപോയിരിക്കുന്നു. ഞാൻ നോക്കി ഉദ്യാനം മരുഭൂമിയായി തീർന്നിരിക്കുന്നത് കണ്ടു. അതിലെ പട്ടണങ്ങളൊക്കെയും യഹോവയാൽ അവൻ്റെ ഉഗ്രകോപം ഹേതുവായി ഇടിഞ്ഞു പോയിരിക്കുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ദേശമൊക്കെയും ശൂന്യമാകും, എങ്കിലും ഞാൻ മുഴുവനായി മുടിച്ചു കളകയില്ല. ഇതു നിമിത്തം ഭൂമി വിലപിക്കും, മീതെ ആകാശം കറുത്തുപോകും. ഞാൻ അരുളി ചെയ്തിരിക്കുന്നു. ഞാൻ അനുദപിക്കുകയില്ല, പിന്മാറുകയുമില്ല. കുതിരച്ചേവകരുടെയും വില്ലാളികളുടെയും ആരവം ഹേതുവായി സകല നഗരവാസികളും ഓടിപ്പോകുന്നു. അവർ പള്ളക്കാടുകളിൽ ചെന്ന് പാറകളിൽ മേൽ കയറുന്നു. സകല നഗരവും ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ആരും അവിടെ പാർക്കുന്നതുമില്ല. ഇങ്ങനെ ശൂന്യമായി പോകുമ്പോൾ നീ എന്തു ചെയ്യും? നീ രക്താംബരം ധരിച്ചാലും പൊന്നാഭരണം അണിഞ്ഞാലും നിന്റെ കണ്ണിൽ മഷി എഴുതിയാലും
വ്യർത്ഥമായി നിനക്ക് സൗന്ദര്യം വരുത്തുന്നു. നിന്റെ ജാരന്മാർ നിന്നെ നിരസിച്ചു, നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു. ഈറ്റുനോവ് കിട്ടിയവളുടെ ഒച്ച പോലെയും കടിഞ്ഞൂൽ കുട്ടിയെ പ്രസവിക്കുന്നവളുടെ ഞെരക്കം പോലെയും ഒരു ശബ്ദം ഞാൻ കേട്ടു. നെടുവീർപ്പും കൈമലർത്തിയും കൊണ്ട്, അയ്യോ കഷ്ടം, എൻ്റെ പ്രാണൻ കൊലപാതകന്മാരുടെ മുമ്പിൽ ക്ഷയിച്ചു പോകുന്നു എന്ന് പറയുന്ന സിയോൻ പുത്രിയുടെ ശബ്ദം തന്നെ.